ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പേർഷ്യൻ ഗൾഫിൽ വെച്ച് അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ഇറാന്റെ കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇതോടെ ഇറാൻ ഉപയോഗിച്ചത് ചാവേ ഡ്രോണുകളാണോ എന്ന സംശയവും ശക്തമാകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ചുരുങ്ങിയത് 3 വാണിജ്യ കപ്പലുകൾക്കെങ്കിലും നേരെ തിരിച്ചറിയപ്പെടാത്ത വസ്തുക്കളാൽ ആക്രമണമുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ മേഖലയിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയും തങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് തായ്ലൻഡിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പലിന് നേരെ ഇത്തരം ആക്രമണം നടത്തിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സംഘർഷങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെയും എണ്ണവിലയെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. അതേസമയം ഇന്ത്യയുമായുള്ള ചർച്ചകളെ തുടർന്ന് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുവാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്.